ഇന്നലെ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡെയിലി ഇടാമെന്നുള്ള ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 15 ദിവസം എന്തായാലും ഡെയിലി ആയിട്ട് വീഡിയോ ഇടും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇന്നലെ എന്താ വെച്ചാൽ വൈഫൈക്ക് ചെറിയൊരു പ്രശ്നം, ഞാനതിന് ഓർക്കാതെ ഞാനത് ശ്രദ്ധിക്കാതെ അപ്ലോഡ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് അപ്ലോഡ് ആയിട്ടില്ല. പിന്നെ അതൊക്കെ വിളിച്ച് പറഞ്ഞ് വൈഫൈൻ്റെ ആളെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും അതൊക്കെ ഡിലീറ്റ് ആക്കി സെറ്റായി വെച്ചത് ഇന്നാണ് റെഡി ആയത് കേട്ടോ. അപ്പം ആദ്യം തന്നെ അതിന് ഞാൻ സോറി പറയുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇത് സൺഡേ ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് മഞ്ചേരിക്ക് പോകണമെന്ന് വിചാരിച്ച ദിവസമാണ്. വെള്ളിയാഴ്ച സ്കൂൾ വിട്ടേക്ക് എന്നെ തുത്തും മക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ വന്ന പാടെ എങ്ങനെ എന്നെ വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞിട്ട്. പക്ഷേ ശനി ഞായറൊക്കെ ഇപ്പോൾ ഇതുമൊരു ട്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പോകാൻ പറ്റില്ല. പോയിട്ട് അവളെ പറഞ്ഞയച്ച് പോയി പോരാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സൺഡേ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും, സാധനങ്ങൾ എന്നുള്ളതിനേക്കാൾ നമുക്ക് കുറച്ച് ഓണം കളക്ഷൻസ് നോക്കാണ്ട്, പിന്നെ അങ്ങനെ അതിൻ്റെ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോകും. എനിക്ക് കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങാനുണ്ട്. നമ്മൾ വാങ്ങി വെച്ച ക്ലോത്തും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്കും കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും സൺഡേ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതുമൂലം നമുക്ക് എന്ത് ചെയ്യണം, ട്യൂഷൻ ഒരുക്കി വിട്ടിട്ട് ഓളൊപ്പം ഇങ്ങോട്ട് ഇറങ്ങാം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഞാനൊക്കെ ആ ഒരു രീതി വിചാരിച്ചതുകൊണ്ട് ഇന്ന് ദോശക്കൊക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഈ ദോശയൊക്കെ. രാത്രി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ അത് ദോശക്ക് മാവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെച്ചു. വേഗം അതിലേക്ക് കറി ഉണ്ടാക്കുക. അപ്പോൾ കറി ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ പോകുമ്പോൾ ഉച്ചക്കത്തേക്കും കൂടി ഒരുക്കണം. എൻ്റെ ഹസ്ബൻഡിനും കൂടി ഉള്ളത് ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. മൂപ്പർക്ക് പിന്നെ ദോശ തന്നെ മതി എന്നാണ്. ഞാൻ ലേശം ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ മൂപ്പർ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ദോശ തന്നെ ചുട്ട് വെച്ചാൽ മതി, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ദോശയും ചുട്ട് വെച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ വാട്ടി നമ്മൾ കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ചിക്കൻ കറി റെഡി ആക്കുകയാണ് കേട്ടോ. ഈ ചിക്കൻ കറി ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ കൊടുത്തയക്കാനും സുഖമാണ്. നമുക്ക് അത് തന്നെയാണ്ട് കൊടുത്തയച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരുപാട് പ്ലാനുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വെക്കാനുള്ള, നമുക്ക് ഇന്ന് വെക്കാനുള്ളത് ഞാൻ ജസ്റ്റ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് മാറ്റി ഫ്രീസർക്ക് വെക്കാതെ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് മീൻ കറിയാണ് കേട്ടോ. അത് ഇന്നലത്തെ മീൻ കറിയാണ്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അതും ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പം മൂപ്പർക്ക്, എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പം മീൻ കറി ആയിരിക്കും താല്പര്യം കഴിക്കാൻ കൂടുതൽ. അപ്പോൾ മൂപ്പര് വേണമെങ്കിൽ കഴിച്ചോട്ടെ ചെയ്ത് ഇതുമൂന്ന് ചിക്കൻ കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം ഇതുമൂന്നുള്ളതാണ് ഇപ്പോൾ വേഗം ചുട്ടുകൊടുക്കുന്നത്. അതാണ് നെയ്യാക്കണത് കേട്ടോ. ഓക്ക് കൊടുത്ത് പറഞ്ഞേക്കാനും ഓക്ക് കഴിച്ച് ട്യൂഷന് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ആക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാൾക്കുള്ളത് വേഗം ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് നമ്മുടെ എന്താ പറയുക, കാസറോളിലോ അല്ലെങ്കിൽ പാത്രത്തിലോ എന്തെങ്കിലും ചുട്ടെടുത്ത് വെച്ചിട്ട് വേഗം റെഡി ആവുക. ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ വേഗം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുമൂന്നുള്ളത് 2 ദോശ ചുട്ടിട്ട് അതിലേക്ക് കറിയൊക്കെ ഒഴിച്ചിട്ട് ഓക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അങ്ങനെ ഓക്ക് കഴിക്കാനുള്ളത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു, ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓക്കുള്ള ലഞ്ച് ബോക്സാണ് ഈ പാക്ക് ആക്കുന്നത് കേട്ടോ. ദോശ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ ലഞ്ച് ബോക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ദോശ പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട്. മൂപ്പരിന്ന് ക്ലാസ് ഒഴിവായതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എണീറ്റിട്ട് വീണ്ടും പോയി കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചുകൊടുത്തി കൊണ്ടുവന്ന് അവിടെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഫുഡ് കൊടുത്താലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇന്നാണെങ്കിൽ അവരപ്പോൾ ഇരുന്ന് കുടിക്കാനും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കുടിക്കും, പിന്നെ പോയിട്ട് അപ്പം ചൂടും. കാരണം അവിടെ ഒക്കെ എടുത്ത് വെക്കണമല്ലോ, മേശപ്പുറത്തൊക്കെ വിളമ്പി വെച്ച് വേണം എനിക്ക് പോകാൻ. ഞാനാണെങ്കിൽ ഇതും കൂടെ പോകണം എന്നതിന് പ്ലാന്. പക്ഷെ അത് നടന്നില്ല കേട്ടോ. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 9:50 ആയിട്ട് ഓളെ ഇറങ്ങണം. ഞാൻ ഒരുമിച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓളെ പറഞ്ഞേക്കാന്ന് കരുതി. ഓൾക്ക് നേരം വെക്കണ്ടല്ലോ കരുതിയിട്ട് അവളെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടാക്കാൻ പോയി. ആ സമയത്ത് ഞാൻ വേഗം റെഡി ആയി കേട്ടോ. പിന്നെ പാത്രങ്ങൾ കുറച്ച് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, പിന്നെ അലക്കിയതൊന്ന് തോരയിടാനുണ്ടായിരുന്നു, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി ഇറങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നവിടെ എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. ബസ്സിലാണതാ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്.
ഉണ്ടായിരുന്നു. അത് നോക്കി അങ്ങനെ റിലാക്സ് മൂഡിൽ യാത്രയൊക്കെ ചെയ്തതാണ് നമ്മൾ മഞ്ചേരി എത്തി. അവിടെ എത്തിയപ്പോൾ തുത്തു ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വരുന്ന ഓട്ടോയിൽ ഞങ്ങൾ നേരെ കസുകേന്ദ്രയ്ക്ക് പോകാനാണ് പ്ലാന്. പിന്നെ അവിടെ എത്തി നമ്മൾ ആ ഓട്ടോ വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഓട്ടോ കിട്ടാമെന്ന് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇറങ്ങിപ്പോയിട്ട് വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ആൾ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല കേട്ടോ. ഞാനവിടെ മഞ്ചേരിയിൽ എത്തുന്നതിന് മുന്നേ നെല്ലിപ്പറമ്പ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. മഞ്ചേരി സ്റ്റാൻഡിൽ എത്തണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി യാത്ര ചെയ്യണം. അപ്പോൾ അത്രയും നേരം വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് നെല്ലിപ്പറമ്പ് തന്നെ ഇറങ്ങി അവിടുന്ന് മേലാക്കത്തേക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ നേരെ കസവുകേന്ദ്രയ്ക്ക് പോകാൻ കേട്ടോ. ഇന്നിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവളിപ്പോൾ കുറേ ആയിട്ട് ഷോർട്സ് വീഡിയോ തന്നെ ഇടാറുള്ളത് കേട്ടോ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു ലോങ് വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം എന്താ അറിയില്ല, എന്തോ ഭാഗ്യത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ അവിടെ ഭയങ്കര നിരാശയിലാണ്. തുത്തൂൻ്റെ മക്കൾക്ക് ഇതുമുനെ കാണാത്തതിൻ്റെ ഒരു ദേഷ്യമാണ് എന്നോടും അല്ലാതെ ഒന്നും മിണ്ടണില്ല കേട്ടോ. ഞാൻ കുറേ എന്താണ് ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. കാരണം എന്താണെന്ന് എനിക്കറിയാം, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളൊക്കെയാണ് ഓല മുഖത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ട്യൂഷൻ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ വയ്യല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു അടിപൊളി ദിവസം കേട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചത്ര അങ്ങോട്ട് കാണാറില്ല കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല 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 ക്ലോത്തുകൾ ഒരുപാടുണ്ട്. നൈറ്റി ക്ലോത്തും കട്ട് ചെയ്ത് നമുക്ക് ടോപ്പും പാൻറ്റും ഷാളും ഒക്കെ കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് ക്ലോത്തുകളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു മദ്രാസി ചെക്ക് ക്ലോത്ത് ഉണ്ട്, അത് വാങ്ങണമെന്ന് ഞാൻ കുറേ ആയി വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത് ഞാനൊരു പാൻറ്റ് ടോപ്പൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. പിന്നെ തുത്തുത ഓണം കളക്ഷൻ അയച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ മക്കൾക്ക് ഉടുക്കാനുള്ള മുണ്ട് ഒക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയപ്പം നേരെ ഇവിടെ വന്നിട്ട് നമ്മളൊരു എന്താ പറയുക അടുത്തുള്ള നിങ്ങളാ ബേക്കറിൻ്റെ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള കടയാണ്. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല, ഒരു പരിപ്പടും ചായ കുടിക്കാമെന്ന് കരുതി. കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വെള്ളമോ എന്തെങ്കിലും ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആണ് കേട്ടോ. അതുകൊണ്ട് കഴിച്ചതാണ്. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്കറിയാം ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടി വരുന്നു. സാധാരണ നമ്മൾ പപ്സോ അല്ലെങ്കിൽ ഷവർമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും നിന്നില്ല. ഞാൻ ഓരോ പരിപ്പട ലൈം ജ്യൂസും കുടിച്ചു, ഞാനൊരു ചായയും കുടിച്ചു. പിന്നെ അവിടെ നേരെ വീട്ടിലേക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഞാൻ 2 ചായയും ഒരു പരിപ്പുവടയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലത് ഇവിടെ മക്കൾക്ക് ചോറൊക്കെ വാരി കൊടുക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അമ്മ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലോ, ഒരു 1:30-2 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകാനുള്ള ഒരു ഇരിപ്പാണ്. ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് കിടക്കാമെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഉറങ്ങൽ സാധാരണ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയത് ബിരിയാണി അതുകൊണ്ടാണ്. കാരണം ബിരിയാണി ആകുമ്പോൾ നമുക്ക് ദമ്മ് പൊളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. അങ്ങനെ കുറച്ച് ലേറ്റായി. രാവിലെ എൻ്റെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല. ഇപ്പം ഒരു ചായ കുടിച്ച് ഇങ്ങനെ നടക്കും. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് അത് ഒരു ഉച്ചയുറക്കം, അതാണ് ഇപ്പം എൻ്റെ ഒരു ടൈം ടേബിൾ. ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് ഒരു 2 മണിയായി കേട്ടോ. പിന്നെ അമ്മ മക്കൾക്ക് ഫുഡ് കൊടുത്ത് കുളിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഞാനിവിടെ ബിരിയാണീൻ്റെ മണം കേട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിലുള്ള ബിരിയാണിയൊക്കെ അമ്മ കാസറോൾക്ക് വിളമ്പി വെച്ചിക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ചൂടാറുണ്ടല്ലോ, ഞങ്ങൾ എത്തുമ്പോൾ നേരെ ചൂടാറി കഴിക്കാൻ ടേസ്റ്റ് കുറവുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇമ്മതൊക്കെ കാസറോൾക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെമ്പട്ടിയിൽ കാണുന്നത്. പിന്നെ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ ചോറൊക്കെ വിളമ്പാണ്. തുത്തൂനാണെങ്കിൽ ഇമ്മ വാരി തിന്നാൽ മതി എന്ന് പറഞ്ഞോളൂ. ഉമ്മാരി ചെറിയ കുട്ടിയില്ലേ, ഇന്നാണെങ്കിൽ അമ്മ ഫ്രീ ആണ്. മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഇമ്മ ഒന്ന് ഫ്രീ ആയി നിൽക്കല്ലേ. സാധാരണ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇമ്മ എന്താവും, ഇമ്മ മക്കൾക്ക് ഫുഡ് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് ഇമ്മ ഫ്രീ ആയതുകൊണ്ട് ഒക്കെ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കുള്ള ചോറ് ഇങ്ങനെ ഇടുക. അപ്പോൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇട്ട് ഞാൻ ഇടുന്നത് കുറച്ച് കൂടിയിട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് തിരിച്ചിട്ടത്. കാരണം ഞാൻ ജുമിനോട് എന്തോ സംസാരിച്ചിട്ട് ഇങ്ങനെ വിളമ്പുന്നേ. പിന്നെ മസാല കുറച്ച് അധികം എനിക്ക് കഴിക്കാനുള്ളത് ഇനി പിന്നെ വിളമ്പണ്ടല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വിളമ്പെടുത്തു. പിന്നെ ചിക്കൻ പൊരിച്ചത് 2 പീസും പപ്പടം എടുത്തു. പിന്നെ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ മുട്ട കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാനിന്ന് ചോറ്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ മസാല, പിന്നെ തൈര്, ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ
ഫുഡ്. അപ്പോൾ ഇമ്മ കുളിച്ച് വന്നിട്ട് തുത്തുവിന് വാരി കൊടുക്കാനുള്ള ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കുമ്മ വാരി കൊടുക്കുകയാണ്, ഞാനിത് അവിടെ കഴിക്കുകയാണ്. ഞങ്ങളൊക്കെ വന്ന സന്തോഷത്തിൽ നീലുട്ടൻ അങ്ങനെ ഓടി കളിക്കണോ ചിരിക്കണ കണ്ട് ഭയങ്കര സന്തോഷമാട്ടോ ഞങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ അവനാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതാ അവിടെ മേശപ്പുറത്ത് നുജുമും ഓലൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഫുഡടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 3 മണിക്ക് ഇറങ്ങണമല്ലോ, അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ എന്താ പറയുക, ജൂലൈ 28-നാണ് തുത്തുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് കൂടല്ലേ ഇവിടെ, അപ്പം അങ്ങനെ കൂടുക എന്നുള്ളത് വരുന്നുണ്ട്, തുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലോത്തൊക്കെ വാങ്ങാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇമ്മ പറഞ്ഞു, ഇമ്മയും ഞങ്ങളൊക്കെ പാടെ ഒരു പ്ലാൻ ചെയ്ത് തുത്തുവിനൊരു സർപ്രൈസ് കൊടുക്കാം. ഒന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്, കാരണം ഓൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചത് കേട്ടോ. തുത്തുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ശരിക്കും സർപ്രൈസായി. ഇത് പിന്നെ വെറുതെ സർപ്രൈസ് ആയതല്ല, ശരിക്കും സർപ്രൈസ് ആയിട്ടുള്ളൂ. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓളാണെങ്കിൽ ഇന്ന് പോകാണ് എന്നുള്ള ഒരു ഇതിലൊക്കെ പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വാങ്ങിയ ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇതിലായിരുന്നു ഓളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മൾ പിന്നെ ഇത് ഓളൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷങ്ങൾക്കുള്ള മുഖത്ത് നിന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കേക്ക് കട്ടിങ്ങിനുള്ള ഒരു ചെറിയ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. കൊടുത്ത് മേശയ്ക്ക് ഒന്ന് എല്ലാവർക്കും നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണ്. മേശപ്പുറത്തു നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി മേശ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതാ കേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ഞങ്ങൾ പുറത്തുനിന്നല്ല കേട്ടോ വാങ്ങിയത്, എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയത്. സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ പാൻ്റെ അനിയൻ്റെ മോളാണ്. ഒക്കെ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കുന്ന സംഭവമുണ്ട്. സീന ബാഗ്സ് എന്നാണ് അവൾ ഇതിൻ്റെ പേര്. അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിച്ചത്. അപ്പോൾ ഞാൻ തുത്ത് പുറത്ത് പോയ സമയം ഒക്കെ സർപ്രൈസാക്കി കൊടുക്കാനുള്ളതാണ് എന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഹാപ്പി ബർത്ത്ഡേ തുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പേരെഴുതി അടിപൊളിയാക്കിയിട്ടുണ്ട്. വൈറ്റ് മിൽക്ക് കേക്കാണ് കേട്ടോ. മക്കളാണെങ്കിൽ അത് കണ്ടിട്ട് കഴിക്കാഞ്ഞിട്ട് അവർക്ക് അത് അതിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ തോടി കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇതുമ്മൂൻ്റെ ഒരു കുറവ് നന്നായിട്ട് എനിക്ക് ഈ സമയം ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഓളുണ്ടെന്നുണ്ടെങ്കിൽ 3 സംഘം, അതായത് റെയിനുട്ടനും ഇതുമ്മു ആര്യനും തുത്തും 2 മക്കളും എൻ്റെ ഇതുമ്മുമാണ്. ഭയങ്കര ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഓളില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ എനിക്ക് നമുക്കുള്ള ബർത്ത്ഡേ ശരിക്കും 28-ാം തീയതി ആണല്ലോ. അപ്പോൾ 28-ാം തീയതി നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടേ എന്തെങ്കിലുമൊക്കെ റീലൊക്കെ. അതിന് വേണ്ടിയിട്ട് കുറേ റീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുത്തിക്കയറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ തുത്ത് ഫോണൊക്കെ ഓൾത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സേഫായിട്ട് ഓണാക്കി വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഓളെ മക്കൾ അപ്പുറപ്പുറം നിന്ന് മക്കൾ കട്ട് ചെയ്യാൻ നിന്നപ്പോൾ എല്ലാത്തിനും ഉന്തി തള്ളിയിട്ടുള്ളൂ ഒറ്റയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇതാ ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. പനക്ക് ഉറക്കത്തുനിന്ന് വിളിച്ചോണ്ടത് അവിടെ കൊണ്ടേ നിർത്തിച്ചതാണ് കേട്ടോ. അങ്ങനെ അതും ഇപ്പം കൊടുത്തു. പിന്നെ ഇപ്പം തിരിച്ച് അങ്ങോട്ടും കൊടുത്തു. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഇത് തോന്നാറുണ്ട്, നമുക്ക് ആർക്കാണ് കൊടുക്കണ്ടേ, എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണല്ലേ. പിന്നെ ഇതാ മക്കളൊക്കെ കേക്കിന് കാത്തിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നീലുട്ടനും കൊടുത്ത് ഞാനിങ്ങനെ കേക്ക് എനിക്ക് തരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത ഊഴം എനിക്കാണ്. ഇങ്ങനെ നിന്ന് എനിക്ക് ഉള്ള കേക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നുജൂമോട് പറയുന്നത് വലിയത് കട്ട് ചെയ്തോ, അന്ന് താത്താക്കും പിന്നെ അയിമൻ തന്നെ നുജൂമിനും അയിമൻ തന്നെ ഞാനക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്നൊരു കണ്ടം കടിച്ചു. പിന്നെ എന്താ പറയുക, ഓക്കെ ഞാനൊരു ചെറിയ പീസ് കൊടുത്തു. നുജൂമ് നുജൂമിന് കൊടുക്കുന്നത് കിട്ടിയില്ല വീഡിയോയിൽ. അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് കിട്ടിയത്. പിന്നെ ഞാൻ കൊടുത്തു. അങ്ങനെ ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, എൻ്റെ മക്കൾ ആരും ഇല്ല കേട്ടോ, 3 ആളും ഇല്ല. അതുകൊണ്ട് പിന്നെ വലിയ ഇവർ 3 ആളല്ലേ ഉള്ളൂ. പിന്നെ കേക്ക് തിന്നുന്നുണ്ട്, കുറേ മുഖത്ത് തേക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ ഇതാ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ മോളും ഐറൂസും ഉണ്ട് കേട്ടോ അരീക്കോട്. ഞാൻ പോകുന്നതിൻ്റെ ശേഷം അവർ അരീക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഐറൂസിന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ ഒരു പീസ് തരണം എന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ അതൊക്കെ എടുത്തേക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കേക്ക് ഞാനിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓള് തന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം കഴിച്ചു. പിന്നെ ഞാനൊരു കഷ്ണം എടുത്തിട്ട് അത് കഴിച്ചു. പാൽ കേക്ക് ആയതുകൊണ്ട് ഒരു പ്രത്യേകം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 10-15 മിനിറ്റോളം ചെറുതായി ഒന്ന് റൂമിൽ ഇരുന്നു കേട്ടോ, ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള ഒരു തത്രപ്പാടാണ്. എന്നാലും ആ ഒരു
10-15 മിനിറ്റ് ഇതാ ഇങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ വേഗം പോകണം, മോളും ഐറൂസൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞ് തിരക്ക് കുത്തുന്നുണ്ട്. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങാനിതാ വെട്ടിയും ബാഗും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. തുത്തു പിന്നെ 2 ദിവസം നിൽക്കാൻ വന്നതുകൊണ്ട് ഓക്ക് കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. ഇൻ്റെത് പിന്നെ എനിക്കൊന്നുമില്ല. പക്ഷേ നമ്മളിന്ന് കസവ് കേന്ദ്രയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ തുത്തു അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കവറിലാക്കിയിട്ട് അത് എല്ലാം കൂടി നമ്മൾ പിന്നെ കാറിലേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയും ഞാനൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തതാണ്. എല്ലാവരും ഒരുമിച്ച് അടങ്ങല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുത്തുവിൻ്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യാനും സ്റ്റോറി ഇടാനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ വേണമല്ലോ, അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പാനെ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്നിട്ട് ഇങ്ങനെ മറിയണത്. ഞാൻ ഈ ചമക്കണത് എന്താ അറിയോ, എൻ്റെ അടുത്ത് മക്കൾ പിന്നെ ചുയിങ്കം എൻ്റെ വായിലിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഈ ചമക്കണത് കേട്ടോ. മക്കൾ കഴിച്ചപ്പോൾ ഞങ്ങൾ പുറത്ത് അപ്പോൾ ലേസും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതിൽ 2 ചുയിങ്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൽക്ക് കൊടുത്തപ്പോൾ എൻ്റെ വായിലൊന്ന് ഇട്ടെന്നതാണ്. പിന്നെ ഞങ്ങളിതാ ഇറങ്ങി നല്ല അടിപൊളി കല്യാണി പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. കേട്ടിട്ടും മതിയാവാത്ത ശ്രേയ ഘോഷലിൻ്റെ ആ ഒരു പാട്ട്, നല്ല അടിപൊളി പാട്ടാണ് അല്ലേ അത്. അപ്പം അതിൻ്റെ മക്കളൊക്കെ കുറേ നീനുട്ടിയും മോളും ഒക്കെ ഡാൻസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കല്യാണി എന്നുള്ള പാട്ടിന്. അപ്പോൾ തുത്തൂന് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ അതന്നെയാണ് പിന്നെ എങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് റിപ്പീറ്റാക്കി വെച്ചിട്ടാണ് മക്കളിങ്ങനെ പറയുന്നത്, നൊടിയുന്നുണ്ട് കേട്ടോ പാട്ട് മാറ്റുമോ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഇതുമ്മു ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ടൈമിലട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഐറൂസിനെ കൊണ്ടാണെന്ന് ഇതുമ്മുനെ ട്യൂഷന് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 2 അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. ഐറൂസ് മഞ്ഞ് ഇറങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ തുത്തൂനോട് പറഞ്ഞു മോള് ഇവിടെ ഉള്ളതല്ലേ, വാ വന്നിട്ട് വീട്ടിലൊന്ന് കയറിയിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഓള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നോക്കും നേരം ഉണ്ടായിരുന്നില്ല. നോക്കും എത്രയും പെട്ടെന്ന് നേരം വെക്കാതെ ബ്ലോക്കും ഇതൊന്നും വണ്ടി ഇതൊക്കെ ആവാതെ വീട്ടിലെത്തണമല്ലോ, അതിൻ്റെ ഒരു തിരക്കേന്ന്. അപ്പോഴാണ് ഇവിടെ ഞങ്ങളെ മാനിപ്പാൻ്റെ ചായക്കടൻ്റെ മുന്നിലായിട്ട് ഈ ഒരു ഇവരെയൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, റീൽസിലും ഒക്കെ ഉള്ള പിന്നെ കുഞ്ഞാപ്പൂ പിന്നെ കോയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, ഓലെ ഇങ്ങനെ അവിടെ എന്തോ ഒരു കാര്യത്തിന് അവിടെ ചെറിയ ഷോർട്ട് ഫിലിമിനോ റീൽസിനോ എന്തോ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുമ്മ ഫോണ് കൊണ്ടുപോയിട്ട് അതൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അവരപ്പം നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഇതിൽ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇവിടെ എത്തിയേക്ക് തന്നെ കടയിൽ പോയി നിന്ന് മുട്ടായി വാങ്ങണമല്ലോ ഇതുമൂന് മാത്രമല്ല, ഇതുമൂന്ന് റെയിനും ആര്യനും കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ അവർക്ക് അവിടെ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പോയ ടൈമിലാണ് ഇവരൊക്കെ കണ്ടത് ഈ കുഞ്ഞാപ്പൂനെയൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഒന്നിൻ്റെ ഫോണൊക്കെ വാങ്ങിപ്പോയിട്ട് അതിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വന്ന് അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഒന്നാമത് പറയണമെങ്കിൽ റെയിനുട്ടുണ്ട് അവൻ തന്നെ. അവന് ഭയങ്കര, കാരണം അവരെ റീൽസൊക്കെ ഒരു സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഉള്ള അധികം നേരം നിന്നില്ല, ഒരു 10 മിനിറ്റ് മാക്സിമം. അപ്പോൾ തന്നെ ഒക്കെ പോകണം, കാരണം ഇനിയിപ്പോൾ കോഴിക്കോടൊക്കെ അല്ലേ പോകണത്, റോഡൊക്കെ ബ്ലോക്ക് ആവലും അധിക വാഹനമൊക്കെ ഇറങ്ങുന്ന ടൈമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ, പോവാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഐറൂസിന് പോലും വാങ്ങിയപ്പോൾ മുട്ടായൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ അതാ കയ്യിൽ ലേസും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോണത്. തൊത്ത് പിന്നെ ഒന്നും വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട, ഇറങ്ങുകയാണെന്നും പറഞ്ഞ് അപ്പം തന്നെ ഇറങ്ങി. ഞങ്ങൾ പിന്നാലെ ഇങ്ങനെ ഓളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. എൻ്റെ ഒക്കത്ത് ഐറൂസ് ഉണ്ട്, പക്ഷെ ഓനൊരു പേടി, ഞാൻ ഈ വണ്ടിയിൽ കയറി പോകുമെന്ന്. ഞാൻ പോണേൻ്റെ ഇടങ്ങേറൊന്നല്ല ഓന് കൊണ്ടുപോയാൽ ഓൻ്റെ അമ്മച്ചിനെ ആരാ അവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഓൻ ആ ഒരു ടെൻഷനായിട്ടുണ്ടായിരുന്നു. ഞാൻ പോണേന് ഓന് വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഉമ്മീന്ന് പറഞ്ഞിട്ട്, അതായത് മോളൂന് ഓന് ഇമ്മീന്നാണ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഐറൂന് സമാധാനമായിട്ടോ. അങ്ങനെ അതാ വണ്ടിയൊക്കെ തിരിച്ച് കോഴിക്കോടേക്ക് യാത്രയായി. ഞാൻ നേരെ ഇനി വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഇന്ന് ഈ ഒരു രീതിയിലൊക്കെയാണ് നടന്നത് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ലേശം ബിരിയാണി കഴിച്ചു, പിന്നെ കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ബാക്കി ഇമ്മ ഇവിടെ മോളും ഐറൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പാക്കൊക്കെ ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു, കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ ഞാൻ മോളൂനും ഐറൂസിനൊക്കെ എടുത്തു കൊടുത്തവരെ കഴിക്കണമെന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി ഒന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല. ഒരു ചായ ഉണ്ടാക്കി ഞാനും മോളും കൂടി കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വെയിറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നാളെ കാണാം. ബൈ.